examiner family. അപ്പോൾ JEE മെയിൻസ് ക്ലിയർ ചെയ്ത് JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ മക്കൾക്കുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല, നമ്മുടെ JEE അഡ്വാൻസ്ഡ് 2025ൻ്റെ ആപ്ലിക്കേഷൻസ് അഥവാ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും രജിസ്ട്രേഷൻസ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ JEE അഡ്വാൻസ്ഡ് 2025 എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ മക്കൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2025 JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 23-ാം തീയതി ആയിരുന്നു. അതായത് ഏപ്രിൽ 23 രാവിലെ 10 മണിക്ക് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ രജിസ്ട്രേഷൻസ് എൻഡ് ചെയ്യുന്നത് മെയ് 2-നാണ്. അപ്പം നിങ്ങൾക്ക് വൈകുന്നേരം 5 മണി വരെയാണ് നമുക്ക് സമയമുള്ളത് കേട്ടോ. അപ്പം മെയ് 2 വരെ നമ്മുടെ രജിസ്ട്രേഷൻസ് പൂർത്തിയാക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഓർക്കുക, ഏത് സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ jeeadv.ac.in എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ. JEE അഡ്വാൻസ്ഡിനെയാണ് ADV ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ jeeadv.nic.in എന്ന് പറയുന്ന ഈ ഒരു എന്ത് ചെയ്യാം സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്റ്റേർഡ് അതായത് കാൻഡിഡേറ്റ് സൈനും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ മെയിൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി പിന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻസ് പൂർത്തിയാക്കുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 5th May 2025 മൺഡേ 5 മണി വരെയാണ് നമുക്ക് സമയമുള്ളത്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആണ്. അത് പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് എൻ്റെ കുട്ടികൾ നമ്മുടെ ഫീ പേയ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 5-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഏകദേശം 11 May 2025 രാവിലെ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ JEE അഡ്വാൻസ്ഡ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് May 18-നാണ്, സൺഡേ ആണ് എക്സാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി എന്ത് ചെയ്യുക, വരുന്ന ദിവസം തൊട്ടിട്ട് നിങ്ങൾ നേരത്തെ തന്നെ അഡ്മിറ്റ് കാർഡ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അഡ്വാൻസ്ഡ് എക്സാം May 18-നാണ്, സൺഡേ ആയിരിക്കും ഉണ്ടാവുക. 2 ഷിഫ്റ്റുകളിലാണ് അതായത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആയിട്ടാണ് ഉണ്ടാവുക. പേപ്പർ 1 രാവിലെ 9 മണി മുതൽ 12 മണി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5:30 വരെ പേപ്പർ 2 ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ JEE മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുള്ള എല്ലാ മക്കൾക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് അഡ്വാൻസിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മക്കളെ. അപ്പോൾ അഡ്വാൻസ്ഡ് എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.